Hi all, good morning. Hope you are doing well. And this is me, Kesia from Tijus Academy, Thiruvalla branch. Okay, സോ എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആണെന്നറിയാം നമ്മുടെ ലൈവ് സെക്ഷൻസിനൊക്കെ വേണ്ടി തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസൊക്കെ കുറേ പേര് ജോയിൻ ചെയ്യാനുണ്ട്. നമ്മുടെ റെഗുലറായിട്ടുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട്, മാം ഇന്ന് എന്താണ്, എന്ത് ടോപ്പിക്കുമായിട്ടാണ് വരുന്നത് ഡിസ്കഷൻ ചെയ്യാനായിട്ട് എന്ന് ചോദിക്കുന്നവരുണ്ട്, മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ കമൻറ്റ്സ് ആൻഡ് റെസ്പോൺസസ്. ഓക്കെ, നിങ്ങളെല്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്സുമായിട്ടൊക്കെ വരുന്നത്. ഓക്കെ, സോ അപ്പം നമ്മൾ ലാസ്റ്റ് കുറേ വീക്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബി ആൻഡ് എ പാർട്ട്, സി പാർട്ട് എന്നതെല്ലാം എ പാർട്ടിലേക്ക് നമ്മൾ എത്തിയില്ല. സി പാർട്ട്, ബി പാർട്ട് എന്നിവയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് റിഗാർഡിങ് ദ പാർട്ട് ബി. പാർട്ട് ബി തന്നെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് നമ്മൾ പോയത് പേർപ്പസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് വിചാരിക്കുന്നു. പേർപ്പസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന രീതിയിലായിരുന്നു ലാസ്റ്റ് വീക്ക് നമ്മുടെ ലൈവ് ഉണ്ടായിരുന്നത്. So today we are going to discuss regarding എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണമെന്നാണ്. സോ ഹൗ ടു അപ്രോച്ച് മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻ OET റീഡിംഗ് പാർട്ട് ബി. സോ മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണമെന്നാണ് അല്ലേ. സോ ഒരിക്കലും നമ്മൾ റീഡിങ് മൊത്തം ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. എല്ലാ ലൈവ് സെക്ഷൻസിനും ഞാൻ പറയുന്നതാണ്, നമ്മൾ ഒറ്റയടിക്ക് 6 ക്വസ്റ്റ്യൻ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ C1 C2 ഒരുമിച്ച് കമ്പൈൻ ചെയ്തത് കൊണ്ടോ ഒരു ബെനിഫിറ്റും ഇല്ല. ഏറ്റവും നല്ല നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ബെനിഫിഷ്യൽ ഫോർ യു. ഓക്കെ, സോ അപ്പം ബി പാർട്ട് ഇപ്പോൾ ഒരു ടൈപ്പ് നമ്മൾ പേർപ്പസ് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് റിഗാർഡിംഗ് മെമോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ OET റീഡിംഗ് പാർട്ട് ബി. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ചെയ്യട്ടെ. മീൻവൈൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പം പേർപ്പസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. സോ മെമോ എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. സോ മെമോ എന്ന വേർഡ്, ഓക്കെ, മെമോ എന്താണെന്നൊക്കെ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് എല്ലാ വീക്കും വരുന്ന പോലെ തന്നെ ഇന്നും ഞാനൊരു കോട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾവേസ് റിമെമ്പർ ബിഗിനിങ് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, എപ്പോഴും ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. അപ്പോൾ ആദ്യമായിട്ട് റീഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ യൂഷ്വലി സാധാരണയായിട്ട് നിങ്ങൾ ഡേ ബൈ ഡേ ഗ്രാജുവലി അല്ലെങ്കിൽ ഇവഞ്ച്വലി നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, ബെറ്റർ ആകും ബൈ യുവർ പ്രാക്ടീസ്. ഓക്കെ, ഓൾവേസ് റിമെമ്പർ, എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ മാത്രമേ ഉള്ളൊരു ഡിഫിക്കൽട്ട്. ആ ഒരു ഫേസ് കഴിഞ്ഞാൽ, ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈസി ഫോർ യു. അത് ഏത് മൊഡ്യൂളും ആയിക്കോട്ടെ, സോ എന്തും ആയിക്കോട്ടെ, ഈവൻ നിങ്ങളുടെ ലൈഫിലെ ഒരു കാര്യമാണെങ്കിൽ പോലും സ്റ്റാർട്ടിംഗ് ആണ് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എന്താകും, ഈസി ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഓറിയൻറ്റേഷൻസ് ഒക്കെ നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് വി ആർ ഡിസ്കസിങ് റിഗാർഡിംഗ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ OET റീഡിംഗ് പാർട്ട് ബി. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് ആക്ച്വലി ഒരു ടൈപ്പാണ് മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഓക്കെ, സോ മെമോയുടെ മീനിങ് അറിയാമോ? മെമോ എന്ന ഒരു വേർഡ്, മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ മെമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും അതിനെ? മെമോ എന്ന വേർഡിൻ്റെ മീനിങ് ആർക്കെങ്കിലും അറിയാമോ? മെമോ, ഇനി ഐഡിയ റിഗാർഡിങ് ദാറ്റ്? എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ മെമോയുടെ മീനിങ്? ഓക്കെ, മെമോയുടെ മീനിങ് എന്താണെന്ന് എന്തെങ്കിലും ഐഡിയാസ്? സോ നമ്മുടെ സ്റ്റുഡൻസ് കുറച്ച് പേരുണ്ട്, നമ്മൾ എല്ലാവരും റീഡിങ് ചെയ്യുന്നവരായിരിക്കാം. മെമോ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ മെമ്മോയുടെ മീനിങ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ റെലവൻ്റ് ആണ്. നമ്മൾ സ്റ്റുഡൻസിന് ഇവിടെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ അല്ലെ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് റെഗുലർലി നമ്മൾ പറയുന്നതാണ്, ഏത് ക്വസ്റ്റ്യൻസ് കിട്ടിയാലും ക്വസ്റ്റ്യൻ്റെ മീനിങ് അറിഞ്ഞാലേ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ മെമോ എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ റിമൈൻഡർ അല്ലെങ്കിൽ വാർണിംഗ് എന്നാണ്. ഓക്കെ, സോ അത് നോട്ട് ചെയ്ത് വെക്കണം. മെമോ എന്ന് പറയുന്നത് എന്താണ്? റിമൈൻഡർ ഓർ അതർവൈസ് ഇറ്റ് ഇസ് എ വാർണിംഗ്. സോ റിമൈൻഡർ അല്ലേ വാർണിംഗ് എന്ന് പറയുന്നത് എന്താ? ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കുകയാണല്ലേ, റിമെമ്പർ സംതിങ്. സോ അത് എന്ത് കാര്യവുമായിരിക്കാം. ഓക്കെ, സോ ഒരു വാർണിംഗ്, ഒരു എന്താണ് അവർക്ക് പറയുകയാണ്, നിങ്ങൾ ഇന്ന കാര്യം ചെയ്തില്ല എങ്കിൽ ഇന്ന പ്രോബ്ലംസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ന കോൺസിക്വൻസസ് ഉണ്ടാകും എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നതാണ് എന്ത്? മെമോ. അപ്പോൾ മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ജസ്റ്റ് തിങ്ക് ഇറ്റ് ഈസ് എ വാർണിംഗ് ഓർ എ റിമൈൻഡർ. അപ്പോൾ എന്തോ ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു റിമൈൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു താഴത്തെ കോണ്ടന്റിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ എന്തിരിക്കണം, ഓർത്തിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് മെമോയ്ക്ക് ഒരു ഐഡിയ കിട്ടി. അപ്പോൾ മെമോ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ഓർത്തോണം വാർണിംഗ് അല്ലെങ്കിൽ റിമൈൻഡർ.
ഓക്കെ, സോ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ടൊരു ഐഡിയാസ് ഇച്ചിരൂടെ കിട്ടും എങ്ങനെ മെമ്മോ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് എത്താം, അല്ലെ എങ്ങനെ ഹൗ ടു അപ്രോച്ച്. ഓക്കെ, സോ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാമല്ലോ അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ മെമ്മോ സേസ് ഫെയിലിയർ ടു സ്ക്രീൻ എ പേഷ്യൻറ്റ് ഫോർ മാൽന്യൂട്രീഷൻ മേ റിസൾട്ട് ഇൻ. സോ ഇത് ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളെപ്പോഴും സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ മീൻസ് അതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് കാണും, ഇതിനതില്ല. സോ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ മെമ്മോ സേസ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന മെമ്മോ ഓൾറെഡി അയച്ചത് റിഗാർഡിംഗ് ദ മീനിങ് ഓഫ് ദ വേർഡ് മെമ്മോ, ദറ്റ് ഇസ് എ റിമൈൻഡർ ഓർ വാർണിംഗ്. സോ റിമൈൻഡർ അല്ലെ വാർണിംഗ് പറയുകയാണ് ഫെയിലിയർ ടു സ്ക്രീൻ എ പേഷ്യൻറ്റ് ഫോർ മാൽന്യൂട്രീഷൻ മേ റിസൾട്ട് ഇൻ. അതായത് ഒരു പേഷ്യൻറ്റിന് മാൽന്യൂട്രീഷൻ ഉണ്ടോ, മാൽന്യൂട്രീഷൻ ഇസ് ദെയർ ഓർ നോട്ട്. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, ഫെയിലിയർ ആകുകയാണ് എങ്കിൽ എന്ത് പറ്റും? ഓക്കെ, എന്ത് പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എന്ത് പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. സോ മെമോ തന്നെയാണ് കൊടുത്തിരിക്കുന്ന ഹെഡിങ്, കൊടുത്തിരിക്കുന്ന 2 ഹോസ്പിറ്റൽ സ്റ്റാഫ്. അപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫിനെ എന്തൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്, ലൈക്ക് ന്യൂട്രീഷൻ സ്ക്രീനിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡിങ്ങും അത് തന്നെയായിരുന്നു. Okay, so this is to remind staff of the importance of nutrition screening to identify problems which may go unrecognized and therefore remain untreated during the patient's hospital stay. ആക്ച്വലി ബി പാർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് 2 ലൈൻസ് നിങ്ങൾ നോട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണിത് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് പറയുന്നതെന്ന്. സോ ഫസ്റ്റ് ലൈൻ തന്നെ കൊടുത്തിരിക്കുകയാണ് ദിസ് ഈസ് ടു റിമൈൻഡ്. ഓൾറെഡി ഞാൻ മെമ്മോയുടെ മീനിങ് പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ടു റിമൈൻഡ്. അപ്പം ഇതൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ആരെയാണ്? സ്റ്റാഫിനെ. ദിസ് ഈസ് ടു റിമൈൻഡ് സ്റ്റാഫിനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഓഫ് ദ, അപ്പോൾ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രീഷൻ സ്ക്രീനിങ്. ന്യൂട്രീഷൻ സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സ്റ്റാഫിനെ ഓർമ്മിപ്പിക്കാനാണ് ഇത് എഴുതുന്നതെന്ന് പറയുന്നു. നെക്സ്റ്റ്, എന്തിനാണ് ഇത് ഓർമ്മിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് വിച്ച് മേ ഗോ അൺറെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് വിച്ച് മേ ഗോ അൺറെക്കഗ്നൈസ്ഡ്. അൺറെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? റെക്കഗ്നൈസ്ഡ് എന്ന വേർഡിൻ്റെ മീനിങ് നമ്മൾ കണ്ടെത്തുന്നു അല്ലെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കാത്തതായിട്ടുള്ള റെക്കഗ്നൈസ് ചെയ്യാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ആ പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ന്യൂട്രീഷൻ അസസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നു. ഇനി കൊടുത്തിരിക്കുന്നത് ആൻഡ് ഒരു കണക്റ്ററാണ് അല്ലേ, ആൻഡ് അതുകൊണ്ട് തന്നെ ദെയർഫോർ അല്ലെ, ദെയർഫോർ എന്താണ്? അതുകൊണ്ട്. സോ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ തൊട്ട് മുൻപിൽ കിടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ന്യൂട്രീഷൻ സ്ക്രീനിങ് ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് വിച്ച് മേ ഗോ അൺറെക്കഗ്നൈസ്ഡ്, അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണെന്ന് പറഞ്ഞിട്ട് ദെയർഫോർ അതുകൊണ്ട് റിമെയിൻ അൺട്രീറ്റഡ് ഡ്യൂറിങ് ദ പേഷ്യൻസ് ഹോസ്പിറ്റൽ സ്റ്റേ. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ പേഷ്യൻസിന് വന്നു കഴിയുമ്പോൾ ന്യൂട്രീഷൻ സ്ക്രീനിങ് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ എന്തുണ്ടാകും? ദെയർഫോർ റിമെയിൻ എന്ന വേർഡിൻ്റെ മീനിങ് എന്താ? ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കോൺസെപ്റ്റ്, ഇപ്പോഴുമുള്ളൊരു കാര്യമാണ്, പണ്ടും ഇപ്പോഴും എന്ന രീതിയിൽ. റിമെയിൻ അൺട്രീറ്റഡ് ഡ്യൂറിങ് ദ പേഷ്യൻറ്റ് ഹോസ്പിറ്റൽ സ്റ്റേ. പേഷ്യൻ്റ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊക്കെ തന്നെ എന്ത് ചെയ്യത്തില്ല? അതാരും അറിയില്ല അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യത്തില്ല പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ലൈൻ പറയുകയാണ് എന്താണ്? ന്യൂട്രീഷൻ സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അതെപ്പോഴും ആ പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്? ആരും നോട്ട് ചെയ്യാറില്ല. നോട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് ട്രീറ്റ് ചെയ്യപ്പെടാറുമില്ല പേഷ്യൻ്റ് ഹോസ്പിറ്റൽ സ്റ്റേയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ന്യൂട്രീഷൻ സ്ക്രീനിങ് ഷുഡ് ഒക്വയർ ഓൺ അഡ്മിഷൻ. ഷുഡിനൊരു ഷുവറിറ്റി ഉണ്ട് അല്ലേ? ഷുഡ് എന്നുള്ള വേർഡൊക്കെ കാണുമ്പോൾ എപ്പോഴും ഓർക്കണം, ഷുഡ് ഉറപ്പായും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ന്യൂട്രീഷൻ സ്ക്രീനിങ് ഷുഡ് ഒക്വയർ ഓൺ അഡ്മിഷൻ. ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുന്ന സമയത്ത് തന്നെ ന്യൂട്രീഷൻ സ്ക്രീനിങ് ഉറപ്പായും ചെയ്തിരിക്കണം. ആൻഡ് അതിനുശേഷം ദെൻ വീക്ക്ലി ഡ്യൂറിങ് ദ പേഷ്യൻസ് എപ്പിസോഡ് ഓഫ് കെയർ. എന്നിട്ട് പേഷ്യൻ്റ് എന്ത് ചെയ്യണം? പേഷ്യൻ്റ് നിങ്ങൾ എങ്ങനെയാണോ കെയർ കൊടുക്കുന്നത് അതനുസരിച്ച് വീക്ക്ലി നിങ്ങൾ എന്ത് ചെയ്യണം? പേഷ്യൻറ്റിനെ അസസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെയും കൊടുത്തിരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് മന്ത്ലി ഇൻ സ്ലോവർ സ്ട്രീം ഫെസിലിറ്റി.
സ്ലോവർ ആയിട്ടുള്ള സ്ലീപ്പ് ഫെസിലിറ്റിയിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് മാസത്തിലൊരിക്കലെങ്കിലും എന്ത് ചെയ്യണം, പേഷ്യൻറ്റ് ന്യൂട്രീഷ്യസ് സ്ക്രീനിങ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓർ ഇഫ് ദ പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻ ചേഞ്ചസ്, അല്ലെങ്കിൽ പേഷ്യൻ്റെ ക്ലിനിക്കൽ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ എപ്പോഴും ആലോചിക്കണം, ഒരിക്കലും പേഷ്യൻ്റ് ന്യൂട്രീഷൻ സ്ക്രീനിങ്ങിന് വേണ്ടിയല്ല ഹോസ്പിറ്റലിൽ വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പേഷ്യൻ്റ് ഇപ്പോൾ എനിക്കൊരു പനിയായി, അല്ലെങ്കിൽ എന്താണ് ലൈക്ക് എനിക്ക് ഫീവർ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷനായി, അപ്പോൾ എന്താണെങ്കിലും പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുന്ന സമയത്ത് ന്യൂട്രീഷ്യസ് സ്ക്രീനിങ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് വേറൊരു കണ്ടീഷൻ ആയിരിക്കും. ഞാനിവിടെ കിടക്കുന്നത് എനിക്ക് പനിയുള്ളത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ. അപ്പം എൻ്റെ പനി മാറാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ അവർ എനിക്ക് തരത്തുള്ളൂ. ന്യൂട്രീഷ്യസ് സ്ക്രീനിങ് ചെയ്തില്ല എങ്കിൽ, അത് ഐഡൻറ്റിഫൈ ചെയ്തില്ല എങ്കിൽ എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് ഓൾ പേഷ്യൻറ്റ് ഷുഡ് ഹാവ് ദെയർ വെയ്റ്റ് ആൻഡ് ഹൈറ്റ് ഡോക്യുമെൻറ്റഡ് ഓൺ അഡ്മിഷൻ. അപ്പോൾ നമ്മൾ നഴ്സസ്, അല്ലെങ്കിൽ നമുക്കെല്ലാവരും നേഴ്സസ് അല്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് അഡ്മിഷൻ ടൈമിലെ ഒരു പ്രൊസീജിയർ തന്നെയാണ് പേഷ്യൻ്റെ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് നോക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെയും ന്യൂട്രീഷ്യസ് സ്ക്രീനിങ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആ രണ്ട് കാര്യങ്ങളാണ്. ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് ദ പേഷ്യൻറ്റിനെ റെക്കോർഡ് ചെയ്യുന്ന കാര്യം, അത് ഉറപ്പായിട്ടും ചെയ്യണമെന്നാണ് പറയുന്നത്. Okay, all patients should have their weight and height documented on admission, and weight should continue to be recorded at least weekly. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തിരിക്കുകയാണ്, ഓക്കെ, പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ നിങ്ങൾ വെയ്റ്റും ഹൈറ്റും നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആൻഡ് കണക്റ്ററാണ്, ഒരിക്കലും നെക്സ്റ്റ് സെൻറ്റൻസ് എല്ലാം ഓർക്കണം. അതിനുശേഷം വെയ്റ്റ് ഷുഡ് കണ്ടിന്യൂ ടു ബി റെക്കോർഡ് അറ്റ്ലീസ്റ്റ് വീക്ക്ലി. എന്നിട്ട് പേഷ്യൻ്റ് എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അത്രയും നാളും വീക്ക്ലി എങ്കിലും കുറഞ്ഞത് പേഷ്യൻ്റെ വെയിറ്റ് വീണ്ടും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. പേഷ്യൻ്റ് ഹൂസ് സ്കോർ ഇസ് അറ്റ് റിസ്ക് on a validated screening tool or whose clinical condition is such that their treating team identifies them as at risk of malnutrition should be referred to a dietitian for a full nutrition assessment and nutrition support as appropriate. So ഇവിടെ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു പേഷ്യൻ്റ് എന്ത് ചെയ്യണം, പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഹൈറ്റും വെയ്റ്റും നോക്കണം, എന്നിട്ട് അത് മോണിറ്റർ ചെയ്യണം. എന്നിട്ട് പേഷ്യൻ്റ് എന്ത് ചെയ്യണം, വീക്ക്ലി, അതായത് ഹോസ്പിറ്റൽ സ്റ്റേയുടെ സമയത്ത് വീക്ക്ലി എങ്കിലും കുറഞ്ഞു നോക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തായാലും നെക്സ്റ്റ് പാരഗ്രാഫ് കൊടുത്ത് അറ്റ് റിസ്ക്, അതായത് നമ്മൾ പേഷ്യൻ്റ് അഡ്മിഷൻ്റെ സമയത്ത് തന്നെ പേഷ്യൻ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റെ ഹൈറ്റ് ഒരിക്കലും, അല്ലെങ്കിൽ വെയ്റ്റ്, ഹൈറ്റ് നമ്മൾ അങ്ങനെ നോക്കാറില്ല, വെയ്റ്റ് അല്ലേ, ഹൈറ്റ് കൂടുകയും കുറയുകയും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സോ ഹൈറ്റ് അനുസരിച്ചുള്ള വെയ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം വെയ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് റിസ്കിലാണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് വെയിറ്റ് എന്താണ്, കുറവാണ്, ഓക്കെ, അല്ലെങ്കിൽ കൂടുതലാണ്, അല്ലെങ്കിൽ ചിലരുടെ കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഇവിടെ അതാ കൊടുത്തിരിക്കുന്നത് പേഷ്യൻ്റ് ഹൂസ് സ്കോർ ഇസ് അറ്റ് റിസ്ക് ഓൺ എ വാലിഡേറ്റഡ് സ്ക്രീനിങ് ടൂൾ. നിങ്ങൾ വാലിഡേറ്റ് ആയിട്ടുള്ള സ്ക്രീനിങ് ടൂളിൽ നോക്കിയപ്പോൾ പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ റിസ്കിലാണ്, ഒന്നി കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്, അങ്ങനെയാണെങ്കിലോ ഓർ ഹൂസ് ക്ലിനിക്കൽ കണ്ടീഷൻ ഈസ് സച്ച് ദാറ്റ് ദെയർ ട്രീറ്റിംഗ് ടീം ഐഡൻറ്റിഫൈസ്, അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ, ഇപ്പോൾ ഒരു പേഷ്യൻ്റാണ്, ഇപ്പോൾ എന്താണ് പറയുക, ലൈക്ക് ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ക്യാൻസർ, അങ്ങനെയുള്ള പേഷ്യൻസൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ ഒബ്വിയസ്ലി എന്താണ്, അവർ റിസ്കിലാണ്, അവരുടെ വെയിറ്റ് എന്ത് ചെയ്യാൻ, കൂടാനാണോ, അല്ല, കുറയാൻ അവർക്കൊരു ചാൻസ് ഉണ്ട് അല്ലേ. സോ അപ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫീവർ വന്നാലും ചിലപ്പോൾ നമ്മൾ ഫുഡ് കറക്റ്റായിട്ട് ഇൻടേക്ക് എടുത്തില്ല എങ്കിൽ വെയിറ്റ് കുറയും. അപ്പോൾ ചില കണ്ടീഷൻ പ്രോൺ ആണ് വെയിറ്റ് കുറയാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോക്കണം എന്നാണ് പറയുന്നത് വീക്ക്ലി, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ കണ്ടിന്യൂ ടു മോണിറ്റർ ആണ്. ഓക്കെ, them as at a high risk of malnutrition should be referred to a dietitian for a full nutrition assessment and nutrition support as appropriate. നെക്സ്റ്റ് കൊടുത്തേക്കുന്ന അങ്ങനെ കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പേഷ്യൻറ്റിനെ ഡയറ്റീഷ്യൻ എടുത്ത് റെഫർ ചെയ്യണം. ഫുൾ ന്യൂട്രീഷൻ അസസ്മെൻറ്റിന് വേണ്ടി ഡയറ്റീഷ്യൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ന്യൂട്രീഷൻ സപ്പോർട്ട് കിട്ടാനായിട്ട് ആസ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമനുസരിച്ചുള്ള അവർക്ക് സപ്പോർട്ട് കിട്ടാനായിട്ട് ചിലപ്പോൾ കണ്ടീഷൻസ് പ്രോൺ ആണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നും എന്ത് കാര്യമാണ് ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഓക്കെ, സോ മെമ്മോയുടെ മീനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ വേർഡ് നിങ്ങൾക്ക് വാണിങ്ങോ അല്ലെങ്കിൽ റിമൈൻഡറോ, അപ്പോൾ എന്ത് കാര്യമാണ് ഫുൾ പാരഗ്രാഫ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് മാൽന്യൂട്രീഷൻ സ്ക്രീൻ ചെയ്യാൻ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ, യെസ് ദേവദർശിനി, ഗുഡ് മോർണിംഗ്, ഹാപ്പി ടു സീ യു. ഓക്കെ, സോ മെമ്മോസ് ഇവിടെ പറയുകയാണ്, ഫെയിലിയർ ടു സ്ക്രീൻ എ പേഷ്യൻറ്റ് ഫോർ മാൽന്യൂട്രീഷൻ മേ റിസൾട്ട് ഇൻ, ഇഫ് യു ആർ നോട്ട്
എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് യു ആർ നോട്ട് ഐഡൻറ്റിഫൈങ് ദ പേഷ്യൻറ്റ് ലൈക്ക് എ മാൽന്യൂട്രീഷൻ പേഷ്യൻറ്റിനെ അസസ് ചെയ്തില്ല അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യും. ഫെയിലിയർ ടു ഐഡൻറ്റിഫൈ പേഷ്യൻറ്റ് ഫോർ മാൽന്യൂട്രീഷൻ മേ റിസൾട്ട് ഇൻ വാട്ട് വിൽ ദ എഫക്റ്റ് ഓഫ് ദാറ്റ്? എന്ത് എഫക്റ്റാണ്, ആഫ്റ്റർ എഫക്റ്റ് ആണ് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വി ക്യാൻ മൂവ് ടു ദ ഓപ്ഷൻസ്. ലൈക്ക് ഫസ്റ്റ് സി ഓപ്ഷൻ ഇസ് കെയർ പ്രൊവൈഡേഴ്സ് ബീങ് അൺഅവെയർ ഓഫ് ആൻ ഇഷ്യൂ. So it's very important to read the question. Okay, it's an incomplete question. I already mentioned regarding that. Incomplete ആയിട്ടൊരു കാര്യമാണ്. Like, so you need to relate the question and see the options. Okay, they have already mentioned it is C option. Okay, so the memo says failure to screen a patient for malnutrition may result in care providers being unaware of an issue. അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ അറിയില്ല. നിങ്ങൾ മാൽന്യൂട്രീഷൻ പേഷ്യൻ്റ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തില്ല എങ്കിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. ആണോ? ഓക്കെ, ദേവ ഓൾറെഡി പറഞ്ഞു ആണ് എന്ന്. ഓക്കെ, ഫൈൻ. സോ അപ്പോൾ ആ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ടല്ലേ. സോ അത് എവിടെയാണ് മെൻഷൻ ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി പാരഗ്രാഫിൽ വി ഓൾറെഡി സി റിഗാർഡിങ്. കാരണം ഫസ്റ്റ് ലൈൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ദിസ് ഇസ് ടു റിമൈൻഡ്, ഓർമ്മിപ്പിക്കുകയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രീഷ്യസ് സ്ക്രീനിങ് ടു ഐഡൻറ്റിഫൈ പ്രോബ്ലം വിച്ച് മേ ഗോ അൺറെക്കഗ്നൈസ്ഡ്. അത് ചിലപ്പോൾ മേയുടെ മീനിങ് എന്താ? മൈറ്റ്, ക്യാന്, പോസിബിലിറ്റി, ചാൻസ് എന്നൊരു മീനിങ് ആണ്. ചിലപ്പോൾ അത് എന്ത് ചെയ്യും? അൺറെക്കഗ്നൈസ്ഡ്, അറിയാതെ പോകും. ആൻഡ് ദെയർഫോർ, അതുകൊണ്ട് റിമെയിൻ അൺട്രീറ്റഡ് ഡ്യൂറിങ് ദ പേഷ്യൻസ് ഹോസ്പിറ്റൽ സ്റ്റേ. പേഷ്യൻ്റെ ഹോസ്പിറ്റൽ സ്റ്റേയിൽ അതെന്താകും? നിങ്ങൾ ട്രീറ്റ് ചെയ്യാതെ പോകും എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ സി. ഓക്കെ, സോ അപ്പോൾ ഓപ്ഷൻ സി ആണെന്ന് പറയുന്നു. സോ ദർ ആർ 2 more options. We need to assess that also. So the B option is memo says failure to screen a patient for malnutrition may result in a prolonged stay at the care facility. Yes, Deva, may go unrecognized as mentioned. Okay, C. Okay, B. Did they mention B option? A prolonged stay at the care facility. Prolonged stay at the care facility. അങ്ങനെ പറയുന്നുണ്ടോ? അവർ ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ സ്ക്രീനിങ് ചെയ്തില്ല എങ്കിൽ, ന്യൂട്രീഷൻ പ്രോബ്ലം ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തില്ല എങ്കിൽ ആ പേഷ്യൻ്റ് ഒത്തിരി നാൾ ഹോസ്പിറ്റലിൽ കിടക്കും. അങ്ങനെ പറയുന്നുണ്ടോ എവിടെയെങ്കിലും? എനിവൺ സീ ലൈക്ക് ദാറ്റ്? ആ ഒരു ഓപ്ഷൻ ആരെങ്കിലും കണ്ടോ? കാരണം സ്ക്രീനിങ് ചെയ്തില്ലല്ലോ. കാരണം പേഷ്യൻ്റെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ചെക്ക് ചെയ്യണം. താഴോട്ട് വരുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് മൊത്തം പറയുന്നത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ പേഷ്യൻ്റ് ചെക്ക് ചെയ്യണം, ലീസ്റ്റ് മന്ത്ലി നോട്ടീസ് സ്ക്രീനിങ് ഒക്കെ അഡ്മിഷൻ എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ബി എന്ന ഓപ്ഷൻ പറയുന്നുണ്ടോ? പേഷ്യൻ്റെ ഹോസ്പിറ്റൽ സ്റ്റേ കൂടും. നിങ്ങളിത് ചെക്ക് ചെയ്തില്ല എങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഹോസ്പിറ്റൽ സ്റ്റേ കൂടുമെന്ന് പറയുന്നുണ്ടോ? Already I mentioned regarding that. കാരണം patient got admitted like some other conditions, maybe cancer or stomach pain or appendicitis or any kind of fever or infection. Okay, എന്തെങ്കിലും കണ്ടീഷൻസുമായിട്ടായിരിക്കും പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്നത്. അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, പേഷ്യൻ്റ് പോകുന്നു അല്ലേ? ന്യൂട്രീഷൻ സ്ക്രീൻ ചെയ്താലും ചെയ്തില്ല എങ്കിലും പേഷ്യൻ്റ് അത് ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ്. ഓക്കെ, ഉണ്ടോ? അപ്പോൾ ബി എന്ന ഓപ്ഷൻ വരുമോ? യെസ്, നോട്ട് ഗിവൺ ആണ് ദേവ. നെക്സ്റ്റ് മൂവ് ഓൺ ചെയ്യാം. ഓപ്ഷൻ എ ഇസ് ഫെയിലിയർ ടു സ്ക്രീൻ എ പേഷ്യൻറ്റ് ഫോർ മാൽന്യൂട്രീഷൻ മേ റിസൾട്ട് ഇൻ എ ചേഞ്ച് ഇൻ ഓവറോൾ ഹെൽത്ത്. അവരുടെ ഓവറോൾ ഹെൽത്ത് ചേഞ്ച് ആകും എന്നുള്ള കാര്യം പറയുന്നുണ്ടോ ഇവിടെ? കാരണം നിങ്ങൾ ജസ്റ്റ് നോട്ടീസ് ചെയ്താൽ മതി. യു ക്യാൻ സീ ഇവിടെ നോക്കിയേ, ഈ ഒരു 2 ലൈനിലെ ഇറ്റ് ഈസ് റിലേറ്റഡ്, റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ അവരെ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നത്, നോട്ട് ചെയ്യുന്ന കാര്യമോ പറയുന്നുള്ളൂ അല്ലേ? ആണോ? ഇവിടെ കൊടുത്തിരിക്കുന്ന വിച്ച് മേ ഗോ അൺറെക്കഗ്നൈസ്ഡ് ആൻഡ് ദെയർഫോർ അതുകൊണ്ട് റിമെയിൻ സ്റ്റിൽ ഇപ്പോഴും എന്താകും, അല്ലെങ്കിൽ അൺട്രീറ്റഡ് ട്രീറ്റ് ചെയ്യത്തില്ല ഡ്യൂറിങ് ദ പേഷ്യൻസ് ഹോസ്പിറ്റൽ സ്റ്റേ. പേഷ്യൻ്റ് എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അത്രയും നാളും ഇവരിത് അറിയാത്തത് കൊണ്ട് അത് ട്രീറ്റ് ചെയ്യത്തില്ല. അങ്ങനെയല്ലേ പറയുന്നത്? ആണോ? പേഷ്യൻ്റ് ഓവറോൾ ഹെൽത്ത് ചേഞ്ച് ചെയ്യും എന്ന് പറയുന്നുണ്ടോ? ഇല്ല. സോ അത് നമുക്ക് എന്താണ്? നോട്ട് ഗിവൺ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം എ ആൻഡ് ബി നമുക്ക് നോട്ട് ഗിവൺ. സോ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. ആക്ച്വലി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ജസ്റ്റ് നോട്ട് ചെയ്യാറുണ്ട് നോട്ട് ഗിവൺ എന്താണ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഇൻകറക്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. നോട്ട് ഗിവൺ ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. നോട്ട് ഗിവൺ എന്ന് പറഞ്ഞില്ല, പാരഗ്രാഫിൽ അങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. സോ എലിമിനേഷൻ സ്ട്രാറ്റജി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്
എലിമിനേഷൻ സ്ട്രാറ്റജി നോക്കണം. യെസ് ദേവ നോട്ട് ഗിവൺ ആണ്. ഓക്കെ, ഓവറോൾ ഹെൽത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിഡിൻ മെൻഷൻ ലൈക്ക് ദാറ്റ്. പിന്നെ പ്രൊലോങ്ഡ് സ്റ്റേ കെയർ ഫെസിലിറ്റി അതും പറയുന്നില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ലൈക്ക് കോസ് ആൻഡ് എഫക്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ്. അത് തന്നെ ഇതാണ്. മെമ്മോ ആണെന്ന് പറയുന്നു. മെമ്മോ ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് മെമ്മോ, റിമൈൻഡർ അല്ലേ വാണിംഗ്. പക്ഷേ ഇതൊരു ഇവിടെ കൊടുത്തിരിക്കുന്ന പേഷ്യൻറ്റിനെ മാൽന്യൂട്രീഷൻ സ്ക്രീൻ ചെയ്തില്ല എങ്കിൽ വാട്ട് വിൽ ബി ദ ആഫ്റ്റർ എഫക്റ്റ്, വാട്ട് വിൽ ബി ദ എഫക്റ്റ്, എഫക്റ്റ് എന്താണ്, അല്ലെ എന്ത് എഫക്റ്റ് ചെയ്യും, ആഫ്റ്റർ എഫക്റ്റ് എന്തുണ്ടാകും, ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, സോ ദ ആൻസർ ഇസ് സി. കിട്ടിയോ എല്ലാവർക്കും? കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, ഇങ്ങനത്തെ മെമ്മോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് പ്രോബബിലി ഫസ്റ്റ് നമ്മൾ ഈ പർപ്പസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞപ്പം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. ഇറ്റ് മേ ബി ഇൻ ദ ഫസ്റ്റ് 2 ലൈൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് 2 ലൈൻസ് എന്നല്ലേ. അപ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം കിട്ടും, റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണോ. ഫസ്റ്റിൽ ഇവിടെ തന്നെ ഫസ്റ്റ് ലൈനിൽ ഓൾറെഡി ദേ ആർ മെൻഷൻ ലൈക്ക് ദാറ്റ് ദിസ് ഇസ് ടു റിമൈൻഡ് സ്റ്റാഫ് എന്ന രീതിയിൽ ഫസ്റ്റ് 2 ലൈൻസ് വായിച്ചാൽ തന്നെ യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ റിഗാർഡിംഗ് വാട്ട് ഇസ് എ റിമൈൻഡർ അല്ലെ വാട്ട് ഇസ് എ വാണിംഗ്. ഓക്കെ, സോ നെക്സ്റ്റ് അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ലാസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ലാസ്റ്റ് 2 ലൈൻസ് സം വേർഡ്സ് ലൈക്ക് ഹൗവർ ആണ് ഇതിൻ്റെ കോമൺ വേർഡ്. എന്നിരുന്നാലും, സോ ദെയർഫോർ ഇസ് ഓൾസോ എ വേർഡ് ഹിയർ. ഓക്കെ, ദെയർഫോർ ഓർ ഹൗവർ അങ്ങനത്തെ വേർഡ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യും, ആൻസേഴ്സ് ഫൗണ്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതാണ് മെമ്മോ ടൈപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ദ റിപ്പോർട്ട് മെൻഷൻഡ് ഇൻ ദ മെമ്മോ സജസ്റ്റ് ദാറ്റ്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ്റെ മീനിങ് ഒക്കെ മെമ്മോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന മെമ്മോ റിമൈൻഡർ അല്ലെ വാണിങ്ങിൽ ഏതോ ഒരു റിപ്പോർട്ട്, ദേ ആർ മെൻഷൻ സം റിപ്പോർട്ട്സ്. അപ്പം ഏതോ ഒരു റിപ്പോർട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സജസ്റ്റ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? സജസ്റ്റ്. ക്വസ്റ്റ്യൻ്റെ മീനിങ് അറിയാതെ നിങ്ങൾ എത്ര പാരഗ്രാഫ് വായിച്ചാലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സജസ്റ്റ് വേർഡിൻ്റെ മീനിങ് ഐഡിയ ഉണ്ടോ? സജസ്റ്റ് വേർഡിൻ്റെ മീനിങ് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? സജസ്റ്റ് വേർഡിൻ്റെ സി പാർട്ടിലൊക്കെ ക്വസ്റ്റ്യൻ കാണത്തില്ലേ, റൈറ്റർ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? സജസ്റ്റിൻ്റെ മീനിങ് അറിയത്തില്ലേ? ഓക്കെ, സജസ്റ്റ് എന്ന വേർഡ് ഈസ് റിലേറ്റഡ് ടു ഒപ്പീനിയൻ. സി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് തന്നെയാണ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താ, അഭിപ്രായം. ഓക്കെ, സജഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ താഴെ ഒരു റിപ്പോർട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെമ്മോ എന്ന രീതിയിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതൊരു വാണിംഗ് അല്ലെങ്കിൽ റിമൈൻഡർ എന്ന രീതിയിൽ ഏതോ ഒരു റിപ്പോർട്ട് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യെസ് അഡ്വൈസ്. ഓക്കെ, ഇറ്റ്സ് റിലേറ്റഡ് മേ ബി. ഓക്കെ, അപ്പം സജസ്റ്റ് മീൻസ് ഒപ്പീനിയൻ ആൻഡ് സജഷൻ ഈസ് എ കറക്റ്റ് എക്സാക്ട് കേട്ടോ. യെസ് ജിൻസി കറക്റ്റ് ആണ്, ഒപ്പീനിയൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സജഷൻ മീൻസ് ഒപ്പീനിയൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ അഭിപ്രായം, ഒരാളുടെ അഭിപ്രായം, എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ സജഷൻ. യെസ്, ഓക്കെ ലിൻഡ. ഓക്കെ, അപ്പം അതാണ് പറയുന്നത് അഡ്വൈസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. സജഷൻ എന്ന് കേട്ടിട്ടില്ലേ? യെസ്, ഒപ്പീനിയനാണ് കേട്ടോ. സജഷൻ മീൻസ് എൻ്റെ ഒപ്പീനിയൻ ഇസ് റിലേറ്റഡ് കേട്ടോ. അപ്പോൾ അഭിപ്രായമാണ്. സി പാർട്ടിലും ആ ഒരു വേർഡ് ഓർക്കണേ. സജഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, റൈറ്റർ എന്താണ് സജസ്റ്റ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് മെമ്മോ സജസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ ജോയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മെമ്മോ ഇസ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് ഓൺ ഓറൽ ആൻറ്റി ക്യാൻസർ മെഡിക്കേഷൻ. ഓറൽ ആൻറ്റി ക്യാൻസർ മെഡിക്കേഷൻസിനെ പറ്റിയാണ് നമുക്ക് മെമ്മോ പോകുന്നത്. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ പാരഗ്രാഫ്. ഫസ്റ്റ് ദേ ആർ ഗിവൻ ലൈക്ക് നഴ്സസ് യൂണിറ്റ് managers are dedicated to review their systems for the administration of oral anti-cancer drugs. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? നഴ്സ് യൂണിറ്റ് മാനേജേഴ്സ് ആർ ഡയറക്റ്റഡ് ടു റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ചെക്ക് ചെയ്യാന്ന് അല്ലേ. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന നഴ്സ് യൂണിറ്റ് മാനേജേഴ്സ് ആർ ഡയറക്റ്റഡ് ടു റിവ്യൂ ദെയർ സിസ്റ്റം. അവരുടെ തന്നെ സിസ്റ്റം ഒന്ന് വീണ്ടും റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യൂ പോയിന്റ് കാണുക, എൻ്റെ വ്യൂ പോയിന്റ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നതാണ് അല്ലേ. സോ ഡയറക്റ്റഡ് ടു റിവ്യൂ ദെയർ സിസ്റ്റം ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓറൽ ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ്. അപ്പം ഓറൽ ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് അവരേത് സിസ്റ്റമാണോ ഫോളോ ചെയ്യുന്നത്, സിസ്റ്റം മീൻസ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡ് നഴ്സ് യൂണിറ്റ് മാനേജേഴ്സ് എല്ലാം തന്നെ അവർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്ത് നോക്കണം എന്നുള്ള കാര്യം. ആൻഡ് ദ റിപ്പോർട്ടിംഗ് ഓഫ് ഡ്രഗ് എറേഴ്സ്. ഇനി ഡ്രഗ് എറേഴ്സിലെ റിപ്പോർട്ടിങ്ങും നിങ്ങൾ എന്ത് ചെയ്യണം?
ഒന്ന് റിവ്യൂ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷനും ഡ്രഗ് എററും ഇത് 2 കാര്യങ്ങളും നഴ്സ് യൂണിറ്റ് മാനേജേഴ്സ് നോക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് മൂവ് ഓൺ ചെയ്യാം. Serious concerns have been raised in a recent report drawing on a national service of pharmacists. അപ്പം സീരിയസ് ആയിട്ടുള്ള കൺസേൺസ് പറഞ്ഞാൽ എന്താ, ഇപ്പം വെറീഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം അല്ലേ, നമ്മൾ സ്പീക്കിങ്ങിലെല്ലാം യൂസ് ചെയ്യുന്ന വേർഡാണ് കൺസേൺ. ഡു യു ഹാവ് എനി കൺസേൺ, അല്ലെങ്കിൽ ഡു യു ഹാവ് എന്തെങ്കിലും. ഓക്കെ, കൺസേൺസ് മീൻസ് എന്താണ്, സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് അഭിപ്രായം. ഇറ്റ്സ് നോട്ട് ലൈറ്റർ അഭിപ്രായം നിലയിലേക്ക്. അപ്പോൾ എൻ്റെ വേർഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് കേട്ടോ. സീരിയസ് ആയിട്ടുള്ള നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, വേർഡ് ആയിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഔട്ട്കംസ് ഒക്കെ ഹാവ് ബീൻ റേസ്ഡ് ഇൻ എ റീസെൻറ്റ് റിപ്പോർട്ട്. ഓക്കെ, നാഷണൽ സർവേ ഓഫ് ഫാർമസിസ്റ്റിൻ്റെ സർവേ നടത്തിയപ്പോൾ നമുക്ക് ഒരുപാട് കൺസേൺസ് റേസ് ആയിട്ട് വന്നു, സീരിയസ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ റിലേറ്റഡ് ഒന്നും വന്നിട്ടില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന റിപ്പോർട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്. സോ റിപ്പോർട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹെഡിങ് അവർ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് നോട്ട് ദ ഫോളോവിങ് പാരഗ്രാഫ് കോട്ടഡ് ഫ്രം ദ റിപ്പോർട്ട്. അപ്പോൾ എവിടെയാണ് ആൻസർ വരുന്നത് അല്ലേ, മേളിൽ ജസ്റ്റ് അവർ തന്നേ ഉള്ളൂ, റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. ഇൻകറക്റ്റ് ഡോസസ് ഓഫ് ഓറൽ ആൻറ്റി ക്യാൻസർ മെഡിസിൻസ് ക്യാൻ ഹാവ് ഫാറ്റൽ കോൺസിക്വൻസസ്. ഫാറ്റൽ എന്ന വേർഡിൻ്റെ മീനിങ് എന്താ? ഫാറ്റൽ. സോ എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മുടെ മെറ്റീരിയൽസിൽ വരുന്നതാണ് ഫാറ്റൽ. എന്താണ്? ഇൻകറക്റ്റ് ഡോസസ് ഓഫ് ഓറൽ ആൻറ്റി ക്യാൻസർ മെഡിസിൻസ് ക്യാൻ ഹാവ് ഫാറ്റൽ കോൺസിക്വൻസസ്. എന്തായിരിക്കും? ഫാറ്റൽ, ക്യാൻ എല്ലാം ആലോചിക്കണം കേട്ടോ. അപ്പം ഇൻകറക്റ്റ് ആയിട്ട്, അതായത് തെറ്റായ രീതിയിൽ ഡോസസ് കൊടുക്കുകയാണെങ്കിൽ, എന്തിന് ഡോസസാ? ഓറൽ ആൻറ്റി ക്യാൻസർ ഡോസസ് കൊടുക്കുകയാണെങ്കിൽ യെസ്, ലൈഫ് ത്രെറ്റനിങ്. ദേവ, ദാറ്റ്സ് കറക്റ്റ്. ലൈഫ് ത്രെറ്റനിങ് എന്നാണ് മീനിങ് വരുന്നത്. ഫാറ്റൽ എന്ന് പറഞ്ഞാൽ ഡെഡ് ആകുക, അല്ലെങ്കിൽ മരിച്ചു പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ മരിക്കുന്ന, ഡെഡ്ലി. യെസ്, പ്രസീത കറക്റ്റാണ്. ലൈക്ക് എന്താണ്, ഡെഡ്ലി എന്നൊരു വേർഡ് തന്നെയാണ്, അല്ലെ ലൈഫ് ത്രെറ്റനിങ് എന്ന് നമുക്ക് തന്നെ പറയാം കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇൻകറക്റ്റ് ഡോസസ് ഓഫ് ഓറൽ ആൻറ്റി ക്യാൻസർ മെഡിസിൻസ്. അപ്പം തെറ്റായ രീതിയിൽ ആൻറ്റി ക്യാൻസർ മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ, ഇൻകറക്റ്റ് വേർഡ് മീനിങ് അറിയാമല്ലോ, തെറ്റായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താ വേർഡിൻ്റെ മീനിങ്? ക്യാൻ, പോസിബിലിറ്റി ഉണ്ട് അല്ലേ, ചാൻസ് ഉണ്ട്. ക്യാൻ ഹാവ് ഫാറ്റൽ കോൺസിക്വൻസസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഡെഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ക്യാൻ കേട്ടോ. ഓക്കെ, ജോയൽ, ക്യാൻ ഹാവ് ഫാറ്റൽ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്ക് നമുക്ക് എന്താണ്, കോംപ്ലിക്കേഷൻസ് എന്ന രീതിയിൽ തന്നെ പറയാം. കോൺസിക്വൻസസ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ പറയാം. അപ്പം എന്താ ആഫ്റ്റർ എഫക്റ്റ് ആണ്? ചിലപ്പം ഡെഡ് ആക്കാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ. പോസിബിലിറ്റി, യെസ് ദേവ. ക്യാൻ ഇവിടെ ചേർത്തു, മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടില്ല, ഡെഡ്ലി ആണ്, പക്ഷെ ക്യാൻ ചിലപ്പോൾ സാധ്യതയുണ്ടേ ഉള്ളൂ. അപ്പം നമ്മൾ എങ്ങനെയാണ്? യെസ്, മേ ബി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വേർഡ് ഓർക്കണം കേട്ടോ. സോ നെക്സ്റ്റ് കൊടുത്തേക്കുന്നത്, ഓവർ ദ പ്രീവിയസ് 4 years there were 3 deaths ആൻഡ് യെസ്, ജിൻസി ചാൻസ് തന്നെയാണ് കേട്ടോ. ഓവർ ദ പ്രീവിയസ് 4 years there were 3 deaths and 400 patient safety issues involving. യെസ് ദേവ, എഫക്റ്റ് കറക്റ്റ് ആണ്. ഓവർ ദ പ്രീവിയസ് 4 years there were 3 deaths and 400 patient safety issues involving oral anti-cancer medicine. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓറൽ ആൻറ്റി ക്യാൻസർ മെഡിസിൻസിനെ ഇൻവോൾവ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് 400 പേഷ്യൻസിൻ്റെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, 3 പേഷ്യൻസ് ഡെത്തായിട്ടുണ്ട്. കണക്കെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷം. അപ്പം ഓറൽ ആൻറ്റി ക്യാൻസർ മെഡിസിൻസിനെ ഇൻവോൾവ് ചെയ്ത് ലാസ്റ്റ് 4 yearsലെ കണക്കെടുക്കുകയാണെങ്കിൽ 3 പേഷ്യൻസ് ഡെത്തായിട്ടുണ്ട്, അതുപോലെ 400 പേഷ്യൻസിന് എന്താണ്, ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തേക്കുന്നത്, എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു കോമ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് 2 ആകുന്നില്ല. ദാറ്റ്സ് ഇൻ 1 sentence കേട്ടോ, ഡിവൈഡ് ചെയ്ത് പോകല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹാഫ് ഓഫ് ദ റിപ്പോർട്ട്സ് കൺസേൺഡ് ദ റോങ് ഡോസേജ്, ഫ്രീക്വൻസി, ക്വാണ്ടിറ്റി ഓർ ഡ്യൂറേഷൻ ഓഫ് ഓറൽ ആൻറ്റി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? പകുതി. അപ്പോൾ 100 ഹാഫ് എത്ര? 50. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 50% നമുക്ക് എടുക്കാം. ഹാഫ് എന്ന് പറയുമ്പോൾ പകുതിയും തന്നെയാണ് 50. സോ 50% ഓഫ് ദ റിപ്പോർട്ട്സ് കൺസേൺഡ്. ഇനി റിപ്പോർട്ടിൻ്റെ 50%ഉം കൺസേൺഡ് ആയിരിക്കുന്നത് എന്തിനെ പറ്റിയായിരുന്നു? റോങ് ഡോസേജ്, തെറ്റായിട്ടുള്ള ഡോസ് കൊടുക്കുന്നു.
ഫ്രീക്വൻസി അറിയാമല്ലോ. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് 101 അല്ലെങ്കിൽ BD TID അങ്ങനെ നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത് അല്ലെ, TID BD OD എന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി തെറ്റായിട്ട് കൊടുക്കുന്നത് കൊണ്ടോ? യെസ് ദേവ. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്ര mg 500 mg എന്ന് ഡോക്ടർ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഫാർമസിസ്റ്റ് തെറ്റായിട്ട് ഇപ്പം ഡോസ് കുറച്ച് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ഓറൽ ക്യാൻസർ. ഓക്കെ, അതിന് എത്ര നാളെടുക്കണം? 1 month അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 1 week അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹാഫ് ഓഫ് ദ റിപ്പോർട്ടും ഇതിനെ ചുറ്റിപ്പറ്റിയാണ്. തെറ്റായ രീതിയിൽ ഡോസ് കൊടുക്കുന്നു, ഫ്രീക്വൻസി തെറ്റാകുന്നു. റോങ് എന്നത് ഫസ്റ്റ് വേർഡ് അല്ലേ. റോങ് ഡോസേജ്, റോങ്ങിൻ്റെ കണക്ടറാണ് ബാക്കി മൊത്തമേ. റോങ് ഡോസേജ്, റോങ് ഫ്രീക്വൻസി, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് തെറ്റായ രീതിയിൽ കൊടുക്കുന്നു. എല്ലാം തെറ്റായ രീതിയിൽ കൊടുക്കുന്നു, പകുതി റിപ്പോർട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് ഓഫ് ഫർദർ എന്ന് പറഞ്ഞാൽ എന്താ വേർഡിൻ്റെ മീനിങ്? ഓഫ് ഫർദർ എന്ന വേർഡിൻ്റെ മീനിങ് എന്താ? ഫർദർ അഡ്വൈസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഫർദർ എന്താണ് ഫർദർ എന്ന വേർഡിൻ്റെ മീനിങ്? നമ്മൾ നോക്കുമ്പോഴേ B&C പാർട്ടിലെ വേർഡ്സിൻ്റെ മീനിങ് അറിയാമെങ്കിൽ ഈസിയാണ്. നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം വേർഡ്സിൻ്റെ മീനിങ് കേട്ടോ. ഓഫ് ഫർദർ കൺസേൺ, ഫർദർ എന്ന വേർഡിൻ്റെ മീനിങ് എന്താ എന്ന് ആലോചിച്ച് നോക്കിയാൽ. ഫർദർ അഡ്വൈസ് എന്ന് കേൾക്കത്തില്ല എല്ലാവരും. ഫർദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഓൾറെഡി മുൻപോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു അഡ്വൈസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഫർദർ, ഇനി മുൻപോട്ട് അല്ലെങ്കിൽ മുന്നിലോട്ട് എന്നൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഹാഫ് ഓഫ് ദ റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഹാഫ് ഓഫ് ദ റിപ്പോർട്ട് കാര്യം പറഞ്ഞു. ഇനി ഓഫ് ഫർദർ കൺസേൺ, അപ്പോൾ ഹാഫ് ഓഫ് ദ കൺസേൺ ആണ് യെസ്. നെക്സ്റ്റ് റിമൈനിങ് ഉള്ളത് യെസ് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഓഫ് ഫർദർ കൺസേൺ. അപ്പോൾ ഇനി ഫർദർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി 50 ഹാഫ് ആക്കി. ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് 50നെ പറ്റിയാണ് പറയുന്നത്. ഓഫ് ഫർദർ കൺസേൺ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഉള്ള 50നെ പറ്റി. അപ്പോൾ 50 റിപ്പോർട്ട് റോങ്, ക്വാണ്ടിറ്റി ഫ്രീക്വൻസി ഒക്കെ പോയി. യെസ്, മൂവിങ് ഫോർവേഡ്. യെസ്, ഓക്കെ. ഫർദർ കൺസേൺ എന്ന് പറയുന്നത് ഇനിയുള്ള കൺസേൺ ബാക്കി 50 ഉള്ളൂ. അപ്പം നെക്സ്റ്റ് 50 കൺസേൺ ഈസ് ദാറ്റ് എറേഴ്സ് ഓൺ ദ പാർട്ട് ഓഫ് പേഷ്യൻസ് മേ ബി അണ്ടർ റിപ്പോർട്ടഡ്. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താ? ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് 50 കൺസേൺ എന്ന് പറയുന്നത് എറേഴ്സ് ഓൺ ദ പാർട്ട് ഓഫ് പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്നുള്ള തെറ്റില്ലേ. അതായത് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നു, പക്ഷേ പേഷ്യൻസ് ഡയറക്റ്റ് മെഡിസിൻസ് കഴിക്കുന്നില്ല. നമ്മൾ പറഞ്ഞത് 101 ആണ്, പക്ഷേ പേഷ്യൻ്റ് മോർണിംഗ് കഴിച്ചില്ല, രാത്രിയിൽ കഴിക്കുന്നുള്ളൂ. സോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡ്യൂറേഷൻ. സോ പേഷ്യൻ്റെ സൈഡിൽ നിന്നുള്ള തെറ്റുകൾ മേ ബി ചിലപ്പോൾ എന്താണ് പോസിബിലിറ്റി. യെസ്, കൂടാതെ യെസ് പ്രസീത ജോയൽ എല്ലാം കറക്റ്റാണ് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. സോ മേ ബി ചിലപ്പോൾ അണ്ടർ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ യെസ് അൺറെക്കഗ്നൈസ്ഡ്. ഓക്കെ ഫൈൻ. യെസ്, അണ്ടർ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വേർഡിൻ്റെ മീനിങ്? അണ്ടർ റിപ്പോർട്ടഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. അണ്ടറിൻ്റെ മീനിങ് എന്താ? കുറവാണെന്ന് അല്ലേ. സോ അണ്ടർ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ കുറവാണെന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? സോ പേഷ്യൻ്റെ സൈഡിൽ നിന്നുള്ള തെറ്റുകൾ ചിലപ്പോൾ എന്താണ്? അണ്ടർ റിപ്പോർട്ടഡ് ആണ്. റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? കുറവായിട്ടാണ്. അങ്ങനെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാറില്ല എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. അണ്ടർ റിപ്പോർട്ടഡ് വേറെ രീതിയിൽ മീനിങ് എടുത്തു പോകും, പക്ഷേ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇൻ ദ ലൈറ്റ് ഓഫ് ദീസ് റിപ്പോർട്ട്സ്, അപ്പോൾ റിപ്പോർട്ട്സ് കിട്ടി. ഈ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ലെക്സിക്കൽ സി പാർട്ടിൽ പോകുമ്പോഴും ഓക്കെ ഈ ലൈക്ക് ദീസ് എന്ന ലെക്സിക്കൽ ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഏതായിരിക്കും? ഈ 2 റിപ്പോർട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ നോക്കണേ. ഓക്കെ, ഇൻ ദ ലൈറ്റ് ഓഫ് ദീസ് റിപ്പോർട്ട്സ്, ഈ റിപ്പോർട്ട്സിൻ്റെ വെളിച്ചത്തിൽ അല്ലേ, ദർ ഈസ് ക്ലിയർലി എ നീഡ് ഫോർ ഇംപ്രൂവ്ഡ് സിസ്റ്റം കവറിങ് ദ മാനേജ്മെൻറ്റ് ഓഫ് പേഷ്യൻസ് റിസീവിങ് ഓറൽ തെറാപ്പി. ഓക്കെ, നോട്ട് റിപ്പോർട്ടഡ് എന്നാലും ലിൻഡ, ജിൻസി, ജോയൽ എല്ലാവരും പറയുന്നുണ്ട്. യെസ്, ഓക്കെ. ദേവ ഫെയിൽ ടു റിപ്പോർട്ട്. ഓക്കെ, രമേശ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയാൻ വെച്ച കാര്യം എന്താ പറയുക, അണ്ടർ റിപ്പോർട്ടഡ് എന്ന വേർഡ് ആക്ച്വലി നിങ്ങൾ ആ മീനിങ് അപ്പോൾ എടുക്കുന്നത് തെറ്റിയിട്ടുണ്ട്. നോട്ട് റിപ്പോർട്ടഡ് എന്നല്ല കേട്ടോ. അണ്ടർ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ്. അണ്ടർ റിപ്പോർട്ടഡ് കുറവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫെയിൽ ടു റിപ്പോർട്ട് എന്നല്ല. ഓക്കെ, റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല എന്നല്ല. മേ ബി അണ്ടർ റിപ്പോർട്ട് ചെയ്യുന്ന എന്താണ്? റെഡ്യൂസ്ഡ് ആണ്, കുറവായിട്ടാണ്, അല്ലെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് മീനിങ് വരുന്നത്. ജസ്റ്റ് ഫോക്കസ് ചെയ്യണം. നമ്മളെങ്ങനെ മീനിങ് ഇപ്പോൾ ഓവർലുക്ഡ്
അങ്ങനത്തെ വേർഡ്സൊക്കെ വരുമ്പോൾ നമ്മുടെ ആ വേർഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പോസിറ്റീവ് ആണെന്ന്, പക്ഷേ നെഗറ്റീവ് രീതിയിൽ ചില വേർഡ്സുകളുണ്ട്, ഒന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ, ദർ ഇസ് എ ക്ലിയർലി നീഡ് ഫോർ. അപ്പം ഈ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ ഇംപ്രൂവ്ഡ് സിസ്റ്റം, ഇപ്പോഴത്തെ സിസ്റ്റമൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ക്ലിയർലി ആവശ്യകതയുണ്ട്. കവറിങ് ദ മാനേജ്മെൻറ്റ് ഓഫ് പേഷ്യൻറ്റ് റിസീവിങ് ഓറൽ തെറാപ്പി, ഓറൽ തെറാപ്പി എടുക്കുന്ന പേഷ്യൻസിൻ്റെ മാനേജ്മെൻറ്റ് കവർ ചെയ്യാനായിട്ട് ഇംപ്രൂവ്ഡ് സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ഓരോ മീനിങ്ങും പറഞ്ഞു വന്ന ക്വസ്റ്റ്യൻ മറന്നുപോയ എല്ലാവരും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചത്? ദ റിപ്പോർട്ട് മെൻഷൻഡ് ഇൻ ദ മെമ്മോ സജസ്റ്റ് ദാറ്റ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് അഭിപ്രായപ്പെടുന്നത്, അല്ലെ ആ ഒരു റിപ്പോർട്ട് എന്താണ്? ഒപ്പീനിയൻ, സജഷൻ, സജസ്റ്റ് എന്ന അല്ല ഒപ്പീനിയൻ എന്ന വേർഡിൻ്റെ ഒക്കെ മീനിങ് സെയിം ആണ്. അപ്പോൾ സി ഓപ്ഷനിലേക്ക് പോകാം. ദിസ് ഇസ് ഓൾസോ ആൻ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ, സോ വി നീഡ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഓക്കെ, ലിങ്കായിട്ട് വായിക്കണം. ലൈക്ക് ദ റിപ്പോർട്ട് മെൻഷൻഡ് ഇൻ ദ മെമ്മോ സജസ്റ്റ് ദാറ്റ് എറേഴ്സ് ഇൻ പ്രിസ്ക്രിപ്ഷൻ പോസ് ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു പേഷ്യൻസ്. ആണോ? അതായത് ഇവിടെ മീനിങ് വരുന്നത് പ്രിസ്ക്രിപ്ഷനിലുള്ള എറേഴ്സ് കാരണമാണ്, അതാണ് പോസ് അല്ലെങ്കിൽ പ്രോൺ, അതാണ് പ്രോൺ എന്താണ് സാധ്യത കൂടുതൽ. പോസ് ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു പേഷ്യൻസ്. പാരഗ്രാഫ് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് പറയുന്നത്? പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാകുന്നത് പേഷ്യൻസിന് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് കുഴപ്പമുണ്ടാകാൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും വലിയ എറർ ആര് കാരണമാണ്? പ്രിസ്ക്രിപ്ഷനിലുള്ള തെറ്റ് കാരണമാണ്. ഓക്കെ, പാരഗ്രാഫ് ഒന്ന് നോക്കാം. ഓക്കെ, സി ഒന്ന് ഓപ്ഷൻ വരുന്നുണ്ടോ? എന്ത് തോന്നുന്നു? എലിൻഡ പറയുന്നു എ ആണെന്ന്. ഓക്കെ, ഫൈൻ. സി എന്ന ഓപ്ഷൻ വരുന്നുണ്ടോ? നമുക്ക് എലിമിനേഷൻ മെത്തേഡ് അറിയേണ്ട ആവശ്യമുണ്ട് കേട്ടോ, സോ അറിഞ്ഞിരിക്കണം. നോ, ജിൻസി പറയുന്നു ഇല്ല എന്ന്. ഓക്കെ, സ്റ്റുഡൻസ് പലപ്പോഴും എടുക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. വേണ്ട. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഓക്കെ, എല്ലാവരും ഓക്കെ പറയുന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ, ഹാഫ് ഓഫ് ദ റിപ്പോർട്ട്സ് concerned the wrong dosage, frequency, quantity or duration or cancer treatment. അപ്പം ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ എടുക്കാം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഗ്രേറ്റസ്റ്റ് ത്രെട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക് കാരണമാണ്. ഗ്രേറ്റസ്റ്റ് എന്നൊരു വാല്യൂ, ഒരു ഗ്രേറ്റസ്റ്റ് കൂടുതൽ എന്ന് പറയണമെങ്കിൽ ലൈക്ക് രണ്ടും ഈക്വൽ പ്രപ്പോർഷൻ വരത്തില്ല. ഇവിടെ 2 50-50 ആണ് അല്ലേ? 50 കൂടുതൽ, അറ്റ്ലീസ്റ്റ് ഒരു 60, 70, 80, 90 ഈ റേഞ്ച് വന്നാൽ മാത്രമേ മറ്റേതിനെക്കാട്ടും കൂടുതൽ വരണം. ഇപ്പം ഗ്രേറ്റസ്റ്റ് ത്രെട്ട് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റസ്റ്റ് ത്രെട്ട് വരണമെങ്കിൽ അങ്ങനെ വരില്ല. ഒന്നാമത്തെ അതിനകത്തെ നമ്മൾ മാറ്റിയ കാര്യം, കാരണം ഇത് ഹാഫാണ്, ഇതും ഹാഫാണ്. അപ്പോൾ രണ്ടിനും ഈക്വൽ പ്രപ്പോർഷനാണ്, ഈക്വൽ പ്രയോറിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ ഗ്രേറ്റസ്റ്റ് ത്രെട്ട് ഇത് കാരണമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മാറ്റി. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് ഈ ഓപ്ഷന് കൊടുത്തിരിക്കുന്നത് എറേഴ്സ് ഇൻ പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്ത കാര്യം പറയുന്നുണ്ടോ? നിങ്ങൾ നോക്കണേ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഹാഫ് ഓഫ് ദ റിപ്പോർട്ട് കൺസേൺ ദ റോങ് ഡോസേജ്. യെസ്, നോട്ട് ഓൺലി പ്രിസ്ക്രിപ്ഷൻ, ഡോസേജ്, ഫ്രീക്വൻസി, ഡ്യൂറേഷൻ. സോ സി ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, ഫൈൻ. സോ ഓക്കെ, ദേവ പറയുന്നു പ്രിസ്ക്രിപ്ഷൻ മാത്രമല്ല. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ലൈക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടോ കൺസേൺ ദ റോങ് ഡോസേജ്, റോങ് ആയിട്ട് ഡോസേജ്, ഫ്രീക്വൻസി, ക്വാണ്ടിറ്റി, ഡ്യൂറേഷൻ. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാ? നഴ്സുമാരല്ല, എന്തായാലും ആരാണ്? ഡോക്ടേഴ്സാണ്. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഡോക്ടർ റോങ് ഡോസേജ് പ്രിസ്ക്രൈബ് ചെയ്തത് കൊണ്ടോ, ഡോക്ടർ ഫ്രീക്വൻസി തെറ്റായിട്ട് കൊടുത്തത് കൊണ്ടോ, ഡോക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഡോക്ടർ എഴുതിയത് 1 മാസത്തേക്കായിരുന്നു അല്ലെ അല്ലായിരുന്നു, അങ്ങനെയാണോ? ആണോ? പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എപ്പോഴും ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരവിടെ ഉദ്ദേശിച്ചേക്കുന്നതും എറേഴ്സ് ഓൺ പ്രിസ്ക്രിപ്ഷൻ എന്നാണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്. എറേഴ്സ് ഇൻ പ്രിസ്ക്രിപ്ഷൻ, പ്രിസ്ക്രൈബ് ചെയ്തതിലുള്ള തെറ്റാണ് എന്നാണ് പറയുന്നത്. ഇവിടെ എവിടെയെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടറാണെന്ന് ഞാൻ മെൻഷൻ ചെയ്തു. അപ്പം റോങ് ഡോസേജ് എന്ന് പറയുന്നത് തെറ്റായിട്ട് ഡോസ് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ എടുക്കാൻ പറ്റും? ഡോക്ടർ, ഇപ്പം നിങ്ങൾ പറയുകയാണ് ഡോക്ടറാണ്, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല റോങ് ഡോസേജ് ആര് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് കൊണ്ടാണോ? വേറൊരു ചാൻസ് വരത്തില്ലേ? ഡോക്ടർ കറക്റ്റായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തു, ഫാർമസിസ്റ്റായ ഞാൻ തെറ്റ ഡോസാണ് കൊടുത്തത്, അങ്ങനെയാണെങ്കിലോ ഫാർമസിസ്റ്റിൻ്റെ മിസ്റ്റേക്ക് അല്ലേ അത്?
അല്ലേ? ഇനി ഫ്രീക്വൻസി എടുക്കാം. ഡോക്ടർ കറക്റ്റ് BD എന്നാണ് എഴുതിയത്. ഫാർമസിസ്റ്റായ ഞാൻ അല്ലെങ്കിൽ നേഴ്സായ ഞാൻ, ഇപ്പം ഞാൻ നേഴ്സായ ഞാൻ എനിക്ക് വായിക്കാൻ പറ്റിയില്ല, അപ്പോൾ എൻ്റെ മിസ്റ്റേക്കും ഉണ്ട്. ഞാൻ ഫ്രീക്വൻസി, ക്വാണ്ടിറ്റി, തെറ്റായ ഡോസ് ഞാൻ കൊടുത്തു അല്ലേ? അപ്പം ഈ ഹാഫ് ഓഫ് ദ റിപ്പോർട്ട് കൺസേൺ റോങ് ഡോസേജ്, തെറ്റായ ഡോസ് കൊടുക്കുന്നു. യെസ് ജോയൽ, കറക്റ്റാണ്. അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആണെന്ന് വെച്ച്, കാരണം എലിമിനേഷൻ മെത്തേഡ് ചെയ്യുമ്പം നമ്മൾ തെറ്റായ രീതിയിൽ കണ്ടുപിടിക്കരുത് കേട്ടോ. അപ്പോൾ റോങ് ഡോസേജ് എന്ന് പറയുന്നത് ഡോക്ടറിൻ്റെ തെറ്റാണോ, നേഴ്സിൻ്റെ തെറ്റാണോ, ഫാർമസിയുടെ തെറ്റാണോ? ദേ ഡിഡിൻറ്റ് മെൻഷൻ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഉണ്ടോ? റോങ് ഡോസേജ് എന്ന് മാത്രം കൊടുത്ത ഡോക്ടർ തെറ്റായിട്ട് എഴുതുകൊണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്കത് ക്ലിയർ ആണോ? ഓക്കെ. സോ അതുകൊണ്ടാണ് നമ്മൾ ആ എലിമിനേഷൻ, ആ ഒരു മെത്തേഡ്, ആ ഒരു ഓപ്ഷൻ മാറ്റിയത്. ക്ലിയർ ആണോ? ഓക്കെ. സോ അങ്ങനെയാണ് C മാറ്റിയത് കേട്ടോ. സോ അപ്പം ഹാഫ് എന്ന് പറഞ്ഞത് ഒരു മിസ്റ്റേക്ക്, ഗ്രേറ്റ് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം പ്രിസ്ക്രിപ്ഷനിൽ തെറ്റാണെന്ന്. പ്രിസ്ക്രൈബ് ചെയ്ത ഒരു കാരുടെ പേരും, പ്രിസ്ക്രൈബ് എപ്പോഴും ഡോക്ടേഴ്സാണ്, പ്രിസ്ക്രൈബ് ചെയ്തവരുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടേയില്ല. ചിലപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കാണും, ഞാൻ റോങ് ഡോസേജ് ആണ് കൊടുത്തതെങ്കിൽ ദാറ്റ് വിൽ ബി എ മിസ്റ്റേക്ക്. ഞാൻ എന്ന വ്യക്തിയാണ് തെറ്റിച്ചതെങ്കിൽ ഓക്കെ. അപ്പോൾ ആരെയാണ് മിസ്റ്റേക്ക് എന്ന് നമുക്കിവിടെ പറഞ്ഞിട്ടില്ല, അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. സോ വി കാൺ ടേക്ക് C ഓപ്ഷൻ. ക്ലിയർ ആണോ? അപ്പം എറേഴ്സ് ഇൻ പ്രിസ്ക്രിപ്ഷൻ പോസ് ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു പേഷ്യൻറ്റ്, ഇങ്ങനൊരു കാര്യം പാരഗ്രാഫിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഈസ് നോട്ട് ഗിവൺ. ക്ലിയർ ആണോ? പ്രിസ്ക്രൈബ് ചെയ്ത കാര്യമോ ഗ്രേറ്റസ്റ്റ് ത്രെട്ടോ മെൻഷൻ ചെയ്തിട്ടില്ല, അപ്പം നോട്ട് ഗിവൺ, താഴെ തന്നിട്ടില്ല പാരഗ്രാഫിൽ. ഓക്കെ. B ഓപ്ഷൻ പോകാം. B ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് റിപ്പോർട്ട് മെൻഷൻഡ് ഇൻ ദ മെമ്മോ സജസ്റ്റ് ദാറ്റ് എറേഴ്സ് ബൈ ഹോസ്പിറ്റൽ സ്റ്റാഫ് ക്യാൻ ഓഫൺ ഗോ അൺറിപ്പോർട്ടഡ്. ഓഫൺ എന്ന വേർഡിൻ്റെ മീനിങ് പലപ്പോഴും, അതിന് തന്നെ കണക്ട് ചെയ്ത വേർഡാണ് ഫ്രീക്വൻലി. ഓഫൺ, ഫ്രീക്വൻലി സെയിം വേർഡാണ്, ഓർക്കണേ. അപ്പം കൊടുത്തിരിക്കുന്നത് എറേഴ്സ് ബൈ ഹോസ്പിറ്റൽ സ്റ്റാഫ് ക്യാൻ ഓഫൺ ഗോ അൺറിപ്പോർട്ടഡ്. ഓക്കെ. നിങ്ങളെല്ലാവരും മെൻഷൻ ചെയ്ത അണ്ടർ റിപ്പോർട്ടഡിൻ്റെ മീനിങ് നിങ്ങൾ പറഞ്ഞല്ലോ. സ്റ്റുഡൻറ്റ് നമ്മുടെ എല്ലാവരും ജോയിൻ ചെയ്തേക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നോ റിപ്പോർട്ടില്ല. അപ്പോൾ ഈ വേർഡാണ് കേട്ടോ. അൺറിപ്പോർട്ടഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന അണ്ടർ റിപ്പോർട്ടഡ് എന്ന, അതാണ് ഡിഫറൻസ്. അൺറിപ്പോർട്ടഡ്. ഓക്കെ. അപ്പം എറേഴ്സ് ബൈ ഹോസ്പിറ്റൽ സ്റ്റാഫ് ക്യാൻ ഓഫൺ ഗോ അൺറിപ്പോർട്ടഡ്. പലപ്പോഴും ഹോസ്പിറ്റലിൻ്റെ കയ്യിൽ, നേഴ്സിൻ്റെ സ്റ്റാഫിൻ്റെ കയ്യിലുള്ള തെറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. യെസ് ചാൾസ് മേഘ, ഗുഡ് മോർണിംഗ്. ഓക്കെ. അപ്പം നോക്കിക്കേ, ഇവിടെ പാരഗ്രാഫിൽ വരികയാണെങ്കിൽ ഏറ്റവും ഇവിടെ ഫർദർ കൺസേൺ ഈസ് ദാറ്റ് എറേഴ്സ് ഓൺ ദ പാർട്ട് ഓഫ് പേഷ്യൻറ്റ് മേ ബി അണ്ടർ റിപ്പോർട്ടഡ്. 2 മിസ്റ്റേക്ക് ഇതിനകത്തുണ്ട്. എന്തൊക്കെയാണ് 2 മിസ്റ്റേക്ക്? 2 മിസ്റ്റേക്ക് പറയാമോ? ഈ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എറേഴ്സ് ബൈ ഹോസ്പിറ്റൽ സ്റ്റാഫ് ക്യാൻ ഓഫൺ ഗോ അൺറിപ്പോർട്ടഡ്. ഇവിടുത്തെ ഡിഫറൻസ് ചാൾസ് പറയുന്നു B തന്നെയാണെന്ന്. ഓക്കെ ഫൈൻ ചാൾസ് ആൻഡ് മേഘ. ഓക്കെ ഫൈൻ. നോക്കിയേ, B ഓപ്ഷൻ ഇസ് എന്താണ്? 2 മിസ്റ്റേക്ക് പറയാൻ പറ്റുമോ ഓപ്ഷനിലെ? പാരഗ്രാഫിൽ അത് റിലേറ്റഡ് എന്തോ തന്നിട്ടുണ്ട്, പക്ഷേ 2 മിസ്റ്റേക്സ് ആർ ദെയർ. കണ്ടുപിടിക്കാൻ പറ്റുമോ? എറേഴ്സ് ബൈ ഹോസ്പിറ്റൽ സ്റ്റാഫ് ക്യാൻ ഓഫൺ ഗോ അൺറിപ്പോർട്ടഡ്. ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നുള്ള തെറ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല പലപ്പോഴും. എന്തെങ്കിലും മിസ്റ്റേക്സ് കാണുന്നുണ്ടോ നിങ്ങൾ അതിനകത്ത്? ഓക്കെ. നമ്മൾ ഹാഫ് റിപ്പോർട്ട് ഓൾറെഡി വായിച്ചു. നെക്സ്റ്റ് നോക്കാം. ഫർദർ കൺസേൺ ഈസ് ദാറ്റ് എറേഴ്സ് ഓൺ ദ പാർട്ട് ഓഫ് പേഷ്യൻസ് മേ ബി അണ്ടർ റിപ്പോർട്ടഡ്. യെസ്, അണ്ടർ റിപ്പോർട്ടഡ് ആണ്. യെസ് ദേവ, കറക്റ്റാണ്. അണ്ടർ റിപ്പോർട്ടഡ്. ഇനി നിങ്ങൾ മറന്നു പോകല്ലേ, അണ്ടർ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്നത് കുറവാണ്. അവിടെ പാരഗ്രാഫിൽ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അൺറിപ്പോർട്ടഡ്, റിപ്പോർട്ട് ചെയ്യപ്പെടാറേയില്ല. ഓക്കെ. യെസ്. ഇനി അടുത്ത മിസ്റ്റേക്ക് എറേഴ്സ് ഓൺ ദ പാർട്ട് ഓഫ് പേഷ്യൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. യെസ് ദേവ, കറക്റ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പേഷ്യൻസ് എന്നാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതോ എറേഴ്സ് ബൈ ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാണ്. യെസ് ചാൾസ്, കറക്റ്റാണ്. അപ്പോൾ ക്ലിയർ ആണോ? അപ്പോൾ ഈ ഓപ്ഷനിൽ 2 മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കിത് ഓപ്പോസിറ്റ് ആക്കി എടുക്കാനോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആക്കി എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇത് നമുക്ക് എന്താണ്? നോട്ട് ഗിവൺ ആണ്. കാരണം ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അങ്ങനൊരു കാര്യം വരുന്നില്ല. സോ ഇത് നമുക്ക് നോട്ട് ഗിവൺ ആക്കാം.
ക്ലിയർ ആണോ? അപ്പോൾ എലിമിനേഷൻ നിങ്ങൾ എടുക്കുന്ന രീതി കറക്റ്റ് ആക്കിയാൽ ഈസി ആയിട്ട് ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എയുടെ ഉള്ളൂ. അപ്പോൾ എ എന്തായാലും എടുത്തേ പറ്റൂ, കാരണം രണ്ടും നമ്മൾ നോട്ട് ഗിവൺ ആക്കി എടുത്തു. സോ എയിലേക്ക് മൂവ് ഓൺ ചെയ്യാം. റിപ്പോർട്ട് മെൻഷൻഡ് ഇൻ ദ മെമോ സജസ്റ്റ് ദാറ്റ് ഡേറ്റ എബൌട്ട്, യെസ് ജിൻസി കറക്റ്റാണ്, സ്റ്റാഫ് പേഷ്യൻ്റ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റിപ്പോർട്ട് മെൻഷൻഡ് ഇൻ ദ മെമോ സജസ്റ്റ് ദാറ്റ് ഡേറ്റ എബൌട്ട് പേഷ്യൻസ് എറേഴ്സ് മേ ബി ഇൻകംപ്ലീറ്റ്. മനസ്സിലായോ നിങ്ങൾക്ക് ആ വേർഡിൻ്റെ മീനിങ്? അണ്ടർ റിപ്പോർട്ടഡ്. ഓക്കെ, കാരണം കുറേ പേര് ആ വേർഡ് തിരിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. കാരണം ഇത് നമ്മൾ എളുപ്പം നിങ്ങൾ കണ്ടോ, ഡേറ്റ എബൌട്ട് പേഷ്യൻ്റ് എറേഴ്സ് മേ ബി ഇൻകംപ്ലീറ്റ്. യെസ് ചാൾസ്, കറക്റ്റാണേ, പേഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ചിലപ്പോൾ പേഷ്യൻ്റെ കയ്യിലുള്ള പേഷ്യൻറ്റിൻ്റെ തെറ്റുകളെ പറ്റിയുള്ള ഡേറ്റ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കാം. ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കംപ്ലീറ്റ് അല്ല, കുറച്ചൊക്കെ കാണും, എന്നാൽ കുറച്ചുകൂടെ ഉണ്ട്. അത് തന്നെയല്ലേ നമ്മൾ ഓൾറെഡി വായിച്ചത്. ഫർദർ കൺസേൺ ഇസ് ദാറ്റ് എറേഴ്സ് ഓൺ ദ പാർട്ട് ഓഫ് പേഷ്യൻസ് മേ ബി അണ്ടർ റിപ്പോർട്ടഡ്. അണ്ടർ റിപ്പോർട്ടഡും അൺറിപ്പോർട്ടഡും. അണ്ടർ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എന്താണ്, കുറവാണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് 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 ജോയൽ ദേവ, ഓക്കെ, ചാൾസ് ദേവ, ജിൻസി, ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പം നമ്മൾ എടുക്കുന്ന രീതി ഇങ്ങനെയാണ്. മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പോൾ എന്ത് ചെയ്യുക, നോക്കുക. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എലിമിനേഷൻ നല്ല വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്, നോട്ട് ഫുള്ളി. യെസ്, ഫുള്ളി അല്ല, കംപ്ലീറ്റ് അല്ല. ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കംപ്ലീറ്റ് അല്ല എന്ന് പറയാൻ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഓപ്ഷൻസ് എടുക്കാറില്ലേ? അതായത് ലൈക്ക് ഇപ്പം ഞാൻ മെഡിസിൻ കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ മെഡിസിൻ കഴിച്ചു, അല്ലെങ്കിൽ എന്താണ്, ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വന്നു മെഡിസിൻ കഴിച്ചു എന്നതായിരുന്നു പാരഗ്രാഫിൽ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ വന്നു, അത്രയും വരെ കറക്റ്റാണ്. പക്ഷേ മെഡിസിൻ കഴിച്ച കാര്യം അവർ മെൻഷൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. യെസ്, ദീപ കറക്റ്റാണ്. അണ്ടർ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ നോട്ട് കംപ്ലീറ്റഡ് ഫുള്ളി. യെസ്, ഇൻകംപ്ലീറ്റ് എന്ന് പറയാം. ഓക്കെ, യെസ്, നോട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടില്ല. യെസ് യെസ്, അപ്പോൾ ക്ലിയർ ആണോ എല്ലാവർക്കും? സോ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. മെമോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുക, എന്തോ ഒരു വാണിങ്ങോ ഒരു കാര്യം എന്താണ്, റിമൈൻഡറോ. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ ഏതായിരുന്നു? യെസ്, റിമൈൻഡർ. ഇവിടുത്തെ റിമൈൻഡർ നിങ്ങൾ ഇൻകറക്റ്റ് ഡോസ് ഇവിടെ ഒന്നുമല്ല, ഇവിടെ വന്നേക്കുന്നത് ഞങ്ങൾ കൺസേൺ എന്ന് പറയുന്നത് എറേഴ്സ് ഓൺ പേഷ്യൻ്റ് അൺറിപ്പോർട്ടഡ് അല്ലെങ്കിൽ അണ്ടർ റിപ്പോർട്ടഡ് ആണ്. ഒരു കൺസേൺ ഇതാണ്, ആ കൺസേൺ ഓപ്ഷൻ നമ്മൾ മാറ്റി, പിന്നെ വരുന്നത് അണ്ടർ റിപ്പോർട്ടഡ് ആണ്. ഈ 2 കൺസേൺ അല്ലെങ്കിൽ റിമൈൻഡർ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഈ ഒരു റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ ക്ലിയർ ആണോ എല്ലാവർക്കും? സോ മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈസിയാണ് ചെയ്യാനായിട്ട് നോക്കുക. സോ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ സെക്ഷൻസ് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ രമേശ്, താങ്ക് യു. സോ ഒത്തിരി പേര് നിങ്ങൾക്ക് പല വേർഡ്സ് മീനിങ്ങും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കറിയുന്നു പുതിയ വേർഡ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്, ഡെയിലി ഓരോ വേർഡ്സ് കിട്ടി പഠിക്കുക കേട്ടോ, ക്ലിയറായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പം മെമോ ടൈപ്പ് യെസ് ഡ്യൂറിങ് എക്സാമിനേഷൻ സോ ഐ കുഡ്ന്റ് കംപ്ലീറ്റ്. ഓക്കെ ദേവ, അപ്പോൾ ദേവ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ബി ഓ സി പാർട്ട് യു ഹാവ് ടു സെറ്റ് ദ ടൈം 2 minutes. പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2 minutes ചെയ്യാമോ? 2 minutes. അത് മാത്രമല്ല, ആൻഡ് ദ മെയിൻ തിങ് ഇസ് നിങ്ങളെ ഒരു മെമോ ടൈപ്പ് ഇപ്പോൾ പഠിച്ചല്ലോ. ഇനി നിങ്ങളുടെ സ്വന്തം ഓൺ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ 6 മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻ എടുക്കാമോ? 6 മെമോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് 12 minutes ആണ് നമ്മൾ ബി പാർട്ടിന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ 2 minutes, 1 question 2 minutes. അപ്പം 2 minutes 12 minutes അപ്പം നമുക്ക് വരുന്നു. അപ്പോൾ 6 ക്വസ്റ്റ്യൻസിനകത്ത് ഒരു 5 മെമോ ടൈപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മെമോ ടൈപ്പ് ക്ലിയറാണ്. നിങ്ങൾക്ക് എത്ര മെമോ എങ്ങനെ വന്നാലും യു വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ ആൻസേഴ്സ് കേട്ടോ. സോ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് നമ്മുടെ വീഡിയോസിനകത്ത് നമ്മളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അത് ഓരോ ക്വസ്റ്റ്യൻ വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കുക. എല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ഒരു 2 minutes ഇട്ടിട്ട് എന്ത് ചെയ്യുക നോക്ക്. 2 minutes ഇട്ട് ചെയ്തേവാ. ദെൻ
ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരി വൺ. സോ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു. നിങ്ങളുടെ മെസ്സേജസ്, നിങ്ങളുടെ കോമൻറ്റ്സ് ഒക്കെ സപ്പോർട്ടീവാണ്. സോ പിന്നെ പറയുകയാണ്, എന്തെങ്കിലും നിങ്ങൾക്ക് ബിയിലോ സിയിലോ എയിലോ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ്സ് ആയിട്ട് ഇടാം. അപ്പം നെക്സ്റ്റ് സെക്ഷൻ എനിക്ക് ലൈവ് അതുമായിട്ട് വരാം കേട്ടോ, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതൊക്കെ. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാനിങ്ങനെ ലൈവ് സെക്ഷൻസുമായിട്ട് വരുന്നത്. അപ്പോൾ ഇൻ ഡെപ്ത്ത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഈ മെമ്മോ നിങ്ങളൊരു 6 എണ്ണം ചെയ്യുക, ഒരു 5 എണ്ണം ചെയ്താൽ നിങ്ങൾക്ക് മെമ്മോ എളുപ്പമാകും. ഓക്കെ, പർപ്പസ് ക്വസ്റ്റ്യൻ 6 എണ്ണം ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് പഠിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു രമേശ്. ഓക്കെ, താങ്ക് യു. അപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയാത്തതുണ്ടെങ്കിൽ BCA എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് പുട്ട് ദാറ്റ് ഇൻ കമൻറ്റ്സ്. ഓക്കെ, കമൻറ്റ്സ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പം നമുക്ക് ഞാനത് കാണുന്നുണ്ട്. ഇൻ കേസ് ഇപ്പോൾ ലൈവ് എൻഡ് ആയി കഴിഞ്ഞാലും നിങ്ങൾ കമൻറ്റ്സ് ഇട്ടുതരും കേട്ടോ. അപ്പം ഞാനതെല്ലാം കാണുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ നോക്കുമ്പോഴാണെങ്കിലും അത് കണ്ടിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ചിലപ്പോൾ ലൈവിന് സ്റ്റുഡൻസ് ചിലപ്പം അത്രയും പറയത്തില്ല കേട്ടോ. പാർട്ട് എ, ഓക്കെ സോളി പാർട്ട് എ നമ്മൾ സിയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞപ്പോഴാണ് ബി വേണമെന്ന് പറഞ്ഞത്, അപ്പം ബിയിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പം സോളി പറഞ്ഞിട്ടുണ്ട് പാർട്ട് എ വേണമെന്ന്. യെസ്, ഷുവറായിട്ടും പാർട്ട് എയുമായിട്ട് വരുന്നതായിരിക്കും. ഇനിയിപ്പം ബിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, സിയിലും എയിലും. അപ്പം ഓരോ വീക്കിലും അങ്ങനെ ഞാൻ പോകും കേട്ടോ. ഇപ്പം നമുക്ക് എല്ലാ പാർട്ടും ഒരുപോലെ വേണമല്ലോ. എല്ലാവരും സി പാർട്ട് ടഫാണെന്ന് പറഞ്ഞാണ് സിയിൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. സോ എന്തെങ്കിലും എ വേണം. റിയലി ലൈക്ക് യു വേ ഓഫ് എക്സ്പ്ലെയിൻ താങ്ക് യു സോ മച്ച് രമേശ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. എലിമിനേഷൻ സ്ട്രാറ്റജി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് പഠിക്കുന്നത് ജസ്റ്റ് മൈൻഡിൽ വെക്കാൻ വേണ്ടി മാത്രമല്ല, ജസ്റ്റ് ഇപ്പോൾ നോട്ട് ഗീവൺ, ഇൻകറക്റ്റ് ഇതൊക്കെ നിങ്ങൾ പാരഗ്രാഫിൽ തപ്പിയാൽ കിട്ടും. നമ്മൾ ഒരു ഓപ്ഷനിൽ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാമെന്ന് തപ്പ്, അപ്പോൾ കിട്ടും കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ലൈവ് സെക്ഷൻ സെൻഡ് ചെയ്യാൻ സമയമായി. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പുട്ട് ദാറ്റ് ഇൻ കമൻറ്റ്സ് കേട്ടോ. കമൻറ്റായിട്ട് ഇട്. അപ്പോൾ അതുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ലൈവ് എപ്പോഴും ട്യൂസ്ഡേയ്സ് ആണ് കേട്ടോ. ഓക്കെ ദേവ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമ്മുടെ റീഡിങ് ലൈവ് മൊത്തം വരുന്ന ട്യൂസ്ഡേയ്സിലാണ്. അപ്പം എന്ത് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്സ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരി വൺ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് കമൻറ്റ്സ്. താങ്ക് യു. അപ്പം ഇന്നത്തെ സെക്ഷൻ മെമ്മോ ടൈപ്പ് ഇനി എന്ത് കിട്ടിയാലും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു എവരി വൺ. താങ്ക് യു സോ മച്ച്.